ലൈഫ് ഫോക്കസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്തിൽ നടമാടുന്ന പല അതിക്രമങ്ങളും അസമാധാനങ്ങളും മതങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ പലരും ദൈവം വേണ്ട, മതം വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച സത്യം എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കുക. ഇത് വ്യത്യസ്തമായ ഒരു ചിന്തയായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ക്രിസ്തു മതവും ബൈബിൾ വിഭാവനം ചെയ്യുന്ന ക്രിസ്തു മാർഗവും തമ്മിൽ എന്താണ് വ്യത്യാസം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഇന്ത്യൻ നേവിയിലെ മുൻ ഉദ്യോഗസ്ഥനും ദേശീയ സ്പോർട്സ് താരവുമായിരുന്ന ശ്രീ ജോർജ് മാത്യു മുംബൈ. സ്വാഗതം. ആളുകളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ് മതം എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന കാൾ മാർക്സ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇതിൽ അത്രമാത്രം സത്യമുണ്ട്. കാൾ മാർക്സ് പറഞ്ഞ ആ കാര്യത്തിനോട് യോജിക്കാതിരിക്കാൻ തരമില്ല. എന്നാൽ നാം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം തൻ്റെ അനുഭവത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണത് പറയുന്നത്. മതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അത് കറുപ്പായി മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കത്തക്കവണ്ണമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം ദൈവം തന്നതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ പേരിലുണ്ടാക്കിയതാണ്. അവന് ദൈവത്തോട് ഒരു ഉത്തരവാദിത്വവും ആ മതത്തെ ഉണ്ടാക്കുമ്പോഴില്ല. അപ്പം ദൈവവുമായിട്ട് ബന്ധമില്ലാതെ തന്നെ ദൈവത്തെക്കുറിച്ച് ഒരു മതം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പരിണിതഫലമായി ഇങ്ങനെയൊരു ലഹരി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് ഇന്ന മതമെന്നൊന്നുമില്ല. ഏത് മതത്തിലും ഈ പറയുന്നതുണ്ട്. അതിൽ ഞാൻ ക്രിസ്തീയ മതത്തെയും കൂടെ ഉൾപ്പെടുത്തുകയാണ്. എന്നാൽ ദൈവം തന്ന ഒരു വഴിയുണ്ട്, ദൈവം തന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ കാൾ മാർക്സിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും നമുക്ക് വിശകലനം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൺ ദി ഔട്ട്സെറ്റ് ഐ വുഡ് എഗ്രി വിത്ത് കാൾ മാർക്സ്. ഈ മലയാളത്തിലെ ഒരു സിനിമാ ഗാനത്തിൽ യേശുദാസ് പ്രകാരം പാടിയിട്ടുണ്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഒരർത്ഥത്തിൽ അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ലേ? യെസ്. കാരണം മനുഷ്യൻ മതത്തെ സൃഷ്ടിക്കുമ്പോൾ മതത്തിന് നിലനിൽക്കണമെങ്കിൽ ദൈവങ്ങൾ വേണ്ടേ? അപ്പം ഒന്ന് പോരാ എന്നും കൂടെ മതത്തിന് തോന്നി. ദൈവം സർവശക്തനാണെന്ന് പറയുകയും ഒന്ന് പോരാ എന്ന് തോന്നി പലതിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് മതം. അപ്പോൾ ആ പാട്ടിനകത്ത് കഴമ്പില്ലാതില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നിനും ദൈവത്തിന് പങ്കില്ല കേട്ടോ, മനുഷ്യനാണ് അതിൻ്റെ പുറകിൽ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്നുണ്ടാകുന്ന പല അസമാധാനങ്ങളുടെയും പിന്നിൽ മതമാണ്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ വളരെ പുള്ളിവെപ്പും കൊലയും എല്ലാം മതത്തിൻ്റെ പേരിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ പെട്ട ആളുകൾക്ക് മതത്തോട് യാതൊരു താല്പര്യമില്ല. അത് അനാവശ്യമാണ്. മതം മാത്രമല്ല, ദൈവവും വേണ്ട. ദൈവം ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്നത്തെ തലമുറയിലുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൽ വ്യത്യസ്തമായ ഒരു പഠിപ്പിക്കൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ശത്രുവിനെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ക്രിസ്തു മതവും ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം പറയാൻ കഴിയുമോ? ആ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. നല്ല ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. ഒന്നാമതായിട്ട്, ഇന്നത്തെ തലമുറ മതപരമായ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതിൻ്റെ പുറകിൽ മറ്റൊരു കാരണവും കൂടെയുണ്ട്. അവർ ചിന്തിക്കുന്നത് ഇത് തമ്മിൽ തല്ലാനും അല്ലാതെ, അല്ലെങ്കിൽ ഉപദ്രവിക്കുവാനല്ലാതെ മറ്റൊന്നിനും ഉതകുന്നില്ല എന്നുള്ളത് കൊണ്ടും, ഈ പറയുന്നതെല്ലാം മനുഷ്യൻ സ്വന്തം ബുദ്ധിയിൽ നിന്നും ഊഹിച്ച് പറയുന്നതാണ് എന്നുള്ളത് കൊണ്ടും എനിക്ക് വേണ്ട. എന്നാൽ അവരോടായിട്ട് വളരെ താഴ്മയോടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവത്തിൽ ഉത്തരം അറിയാവുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. സ്വന്തം ബുദ്ധിയിൽ നിന്നുമല്ല, ദൈവം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു വലിയ സമൂഹം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ആ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് റിലേഷൻഷിപ്പ്, ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെപ്പോലെ സ്വഭാവങ്ങളുള്ള ഒന്നാണ്. അതായത് മതം
ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സെക്കൻഡ് വേൾഡ് വാറിന് കൊല്ലാൻ സാധിച്ചതിലും കൂടുതൽ പേരെ കൊല്ലുവാൻ മതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ക്രിസ്തീയ മതവും ഒട്ടും പുറകിലല്ല. ആയിരങ്ങളെ കൊല്ലുന്നതിൽ, ലക്ഷങ്ങളെ കൊല്ലുന്നതിൽ ക്രിസ്തീയ മതത്തിനും പങ്കുണ്ട്. അങ്ങനെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്ന ദൈവം തന്ന വഴിയിൽ, ക്രിസ്ത്യാനിറ്റിയിൽ വളരെ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ലക്ഷ്യം തന്നെ ഓരോ മനുഷ്യനുമാണ്. അപ്പോൾ ഒരാളെപ്പോലും കൊല്ലുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ലക്ഷ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ സമ്പാദിക്കുക എന്നുള്ളതാണ്, അവനെ നേടുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ സമ്പാദിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ദൈവം ഇന്ന് മതങ്ങൾ ചെയ്യുന്ന യാതൊന്നും ചെയ്യുകയില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞത് എന്നെ പിന്തുടരുക, ഫോളോ മീ എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിയെ പിന്തുടരുന്നതാണ് ക്രിസ്ത്യാനിറ്റി. 2, യേശുക്രിസ്തു വന്നത് പാപികളായ മനുഷ്യർക്ക് വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മതം പറഞ്ഞില്ല, രാജ്യം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല. പാപികളായ മനുഷ്യൻ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അപ്പം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അപ്പോൾ എന്താണ് വ്യത്യാസം? ഒന്ന്, മതം പഠിപ്പിക്കുന്നത് നമ്മളെങ്ങനെയും ബലപ്പെട്ട് നിൽക്കണം, നമ്മുടെ കൂട്ടം നിലനിൽക്കണം, പിന്നെ നമുക്ക് വെട്ടിപ്പിടിക്കണം. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് എനിക്കും നിനക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടാകുവാൻ സാധിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തീയ മതവും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും തമ്മിൽ വാസ്തവത്തിൽ ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് പൊതുവേ ആളുകൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രഹസ്യ അജണ്ട ഉണ്ടോ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലേ? അജണ്ട എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരാനാണ്. അപ്പോൾ ഈ മതപരിവർത്തനത്തിനകത്ത് ദൈവം അകത്തും വരുന്നില്ല, പുറത്തും പോകുന്നില്ല. മതപരിവർത്തനത്തിൽ പേര് മാറിയാൽ മതി, മതം മാറിയാൽ മതി. നമ്മൾ മതം മാറുന്നതിനനുസരിച്ച് ദൈവം അകത്ത് കയറുകയും പുറത്ത് പോവുകയും ചെയ്യുമോ? നമ്മളത് മനസ്സിലാക്കണം. കുറച്ചും കൂടെ അതിനൊരു സെൻസിറ്റീവ് നേച്ചറുണ്ട്. ഞാനത് പറയാൻ ശ്രമിക്കാം. ഫോഴ്സ്ഫുൾ മാരേജ് ഉണ്ട്. നിർബന്ധിതമായിട്ട് മാതാപിതാക്കൾ പ്രായമാകാത്ത, ഇഷ്ടമില്ലാത്ത വ്യക്തിയുടെ കൂടെ ഒക്കെ ചിലപ്പോൾ വിവാഹം കഴിപ്പിക്കും. അവിടുത്തെ സ്ട്രഗിൾ ആ പുരുഷനോ ആ സ്ത്രീക്കോ മറ്റേ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം ഫിലിപ്പ് ആൻഡ്രൂവിനെ മതപരിവർത്തനം ചെയ്തു, ഉടനെ യേശുക്രിസ്തു ഫിലിപ്പ് ആൻഡ്രൂവിൻ്റെ ഹൃദയത്തിലേക്ക് വരുമോ? അപ്പോൾ ദൈവം ആരാ? നിങ്ങളെല്ലാവരും കൈയും കാലും പിടിച്ചു വയ്ക്കുക, ഞാൻ അകത്ത് കയറാം. അങ്ങനെയാണോ ദൈവം? അതാണോ ദൈവത്തിന് വേണ്ടത്? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ, നിൻ്റെ ശത്രു നിന്നെ അടിച്ചാൽ നീ തിരിച്ചടിക്കാൻ പാടില്ല, നിൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ്? അവൻ അടിക്കാൻ വേണ്ടിയുമല്ല, ഇദ്ദേഹം അടി കൊള്ളാൻ വേണ്ടിയല്ല. ഇവരെ രണ്ടുപേരെയും ദൈവത്തിന് വേണം. അവർ രണ്ടുപേരും യേശുക്രിസ്തുവിനെ തിരിച്ചറിയണം. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് യേശുക്രിസ്തുവിനെ ചെല്ലണം. അപ്പോൾ ഞാൻ നിർബന്ധിതമായിട്ടൊരു കുഞ്ഞിനെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഹു ആം ഐ? അപ്പോൾ നിർബന്ധിത പരിവർത്തനമോ അജണ്ട വെച്ചുള്ള പരിവർത്തനത്തിലോ ദൈവം പങ്കുകൊള്ളുകയില്ല. ഗോഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സച്ച് കൈൻഡ് ഓഫ് കൺവേർഷൻ. എന്നാൽ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനോടുള്ള ഇഷ്ടം കൊണ്ട് ആ വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ഐക്യത, അതിനകത്തെ ആ യോജിപ്പ്, ഇങ്ങനെയാണ് ദൈവം എന്ന് പറയുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരാൻ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റേതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത്, അശുദ്ധാത്മാക്കൾ മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്നു, ഭൂതം മനുഷ്യൻ്റെ ഉള്ളിൽ കയറുന്നു, ഏതാണ്ട് അതുപോലെയാണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അതും ഈ പറഞ്ഞതുപോലെയാണ്, ഫോഴ്സ്ഫുൾ കൺവേർഷൻ പോലെയാണ്, ഇല്ലേ? ഇടിച്ചു കയറി അകത്ത് കയറുക. ഞാൻ ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല, സമ്മതിച്ചതുമില്ല. അപ്പോൾ ഞാനൊരു പക്ഷെങ്കിൽ ഇങ്ങനെ പറയും,
religious conversion is like the possession of an evil spirit, while the change of heart, willing to receive the true and living God, is like a proposal for marriage, where both comes to one unity. രണ്ട് പേർ തമ്മിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് യോജിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തി ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചിത്രം. മറ്റേത് തികച്ചും ഞാൻ പറയുന്നത് സ്പിരിച്വലി വയലൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ദൈവത്തിനൊരു പങ്കുമില്ല. ഒരു വാള് കാണിച്ച് ഞാൻ മതം മാറ്റുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ കയറുവാൻ തുനിയുന്ന ദൈവം ഒരിക്കലും ഒരു പരിശുദ്ധനായ സ്നേഹമുള്ള ദൈവമായിട്ട് എനിക്ക് പറയാനാവില്ല. അങ്ങനെയുള്ളതാണ് ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും. അതിൽ യേശുക്രിസ്തുവിനോ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ സാക്ഷാൽ വഴിക്കോ പങ്കില്ല. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ തന്നോടൊപ്പം മരിക്കുന്ന കള്ളന് പോലും ഗ്യാരണ്ടി കൊടുത്തു. അതുപോലെ മതപരിവർത്തനം ഒരു അജണ്ടയാണെങ്കിൽ ഇപ്പോൾ തന്നെ മരിക്കാൻ പോകുന്ന ആളിൻ്റെ മതം പരിവർത്തനം ചെയ്തിട്ട് എന്താ പ്രയോജനം? യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നു. ഒപ്പം മരിക്കുന്ന കള്ളനെ കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. അപ്പോൾ ആ കള്ളനെ കർത്താവ് തൻ്റെ പക്ഷത്താക്കി. എന്ത് പ്രയോജനം? യേശുക്രിസ്തുവും മരിക്കുന്നു, ഈ വ്യക്തിയും മരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയോ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്കിഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രശ്നവുമില്ല എന്ന നിലയിലോ അല്ല. നമ്മുടെ റിയൽ പ്രശ്നം പാപത്തിൻ്റെ പരിഹാരമാണ്. അതിന് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഇവിടെ എത്തിയേ തീരുകയുള്ളൂ. അത് മനസ്സിലാക്കിയ ചിലർ എല്ലാ ഭാഗത്തു നിന്നും വന്നു. ഈവൻ ഇസ്രായേലിൽ നിന്നും തോമസ് ഇവിടെ സുവിശേഷം കൊണ്ടുവന്നു എന്നാണല്ലോ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ വേണം അതിനെ കാണാൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ഇന്ത്യയിൽ വന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 2000-ഓളം വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും ഇന്ത്യയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2.96 അല്ലെങ്കിൽ 3 ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു സംശയം, ഇപ്പോൾ ഇത് മതപരിവർത്തനം ഒരു അജണ്ടയാണെങ്കിൽ ഇത്രയും ആളുകൾ കൺവേർട്ട് ചെയ്താൽ മതിയോ? അതെ, തീർച്ചയായിട്ടും അജണ്ടയായിരുന്നെങ്കിൽ മറ്റു മതങ്ങൾ വളരുന്ന വേഗതയിൽ വളരുമായിരുന്നു. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഈ ചിലർ പറയും അത് സെൻസസ് ശരിയായിട്ട് എടുക്കാഞ്ഞിട്ടായിരിക്കുമെന്ന്. ഞാൻ പറയുന്നത് 3ന് പകരം 6 വെച്ചു. അപ്പം 2000 വർഷം കൊണ്ട് 6% ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുള്ളൂ എങ്കിൽ ഈ പറയുന്ന ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ ആ വ്യക്തിയെ സ്വീകരിക്കുന്ന ഒരാളല്ല ദൈവം. ബൈബിളിൽ തന്നെ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നു. ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു വലിയ ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിന് കർത്താവിനെ വിശ്വസിക്കണമെന്നും സ്നാനപ്പെടണം എന്നും ഉള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ എനിക്ക് സ്നാനപ്പെടണം എന്ന് ഫിലിപ്പോസ് പറയുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, നീ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാര്യ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ വിശ്വസിച്ച് അവൻ്റെ ജീവിത പങ്കാളിയാവുമ്പോൾ ആണ് ഹൃദയത്തിൽ ഒരു ഇടം ലഭിക്കുന്നത്. അങ്ങനെ മാത്രമേ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടമുള്ളൂ. ഇപ്പോൾ പൊതുവെ ആളുകൾ ഈ സുവിശേഷ സന്ദേശത്തെ സംശയിക്കുന്നത് അതിൻ്റെ അകത്തെ കണ്ടൻറ് എന്താണ്, അതിനകത്തെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സുവിശേഷം പറയുന്നവർ പറയുന്നത്? സുവിശേഷം എന്ന വാക്ക് തന്നെ സുവിശേഷം എന്നാണ്. ഗുഡ് എന്നാണ്. അതുകൊണ്ട് സുന്ദരൻ, പിന്നെ സുമുഖി അല്ലെങ്കിൽ സുവിശേഷം. അപ്പം നല്ല വിശേഷം. അപ്പം എന്താണ് നല്ല വിശേഷം? ഈ നല്ല വിശേഷം ലോകത്തിലെമ്പാടും കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഇത് നല്ല വിശേഷമാകണം. ഇപ്പം ഞാൻ ഒരു നേവൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ നേവിക്കാർക്ക് ഇപ്പം പെൻഷനൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അത് സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാകുമോ? ഇറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ് ഫോർ ദം. അവർക്കത് സുവിശേഷമല്ല, ഞങ്ങൾക്കത് സുവിശേഷമാണ്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെമ്പാടും പോയി ഈ സുവിശേഷം പറയണം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ സുവിശേഷത്തെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമായിരിക്കണമല്ലോ. അപ്പോൾ പണമാണെങ്കിൽ പണക്കാർക്ക് അത് പ്രയോജനമില്ല, രോഗമാണെങ്കിൽ രോഗമില്ലാത്തവർക്ക് പ്രയോജനമില്ല, സ്വാതന്ത്ര്യമാണെങ്കിൽ സ്വതന്ത്രരായിട്ടുള്ളവർക്ക് പ്രയോജനമില്ല.
എന്നാൽ സുവിശേഷത്തിൻ്റെ വിഷയം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്ന നിത്യമരണം, നരകം, ദൈവശിക്ഷയിൽ നിന്നുമുള്ള വിടുതലാണ്. അതിൽ നിന്നും വിടുവിക്കുവാനുള്ള ദൈവമുണ്ടാക്കിയ വഴിയാണ്. അപ്പം ഞാനൊരു പാപിയാണ്, അതിനൊരു വഴിയുണ്ട്, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആ ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു എനിക്ക് പകരമായി മരിച്ചു. പകരമായി മരിച്ചപ്പോൾ എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. അപ്പോൾ എനിക്ക് പാപക്ഷമ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. എന്തുവാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ഹീ പെയ്ഡ് ഫോർ മീ. അതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. പിന്നെ പേ ചെയ്യാനുള്ള യോഗ്യത അവനുണ്ട്, അത് ഞാൻ വിശ്വസിക്കണം. 2, പേ ചെയ്ത് എൻ്റെ പാപക്ഷമ ലഭിച്ചാൽ മാത്രം പോരല്ലോ. ഞാൻ പിന്നെ അങ്ങോട്ട് പോകും. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ മരിക്കുന്ന ആളാണ്. ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് പാപക്ഷമ ലഭിച്ചു, പക്ഷേ ദൈവസന്നിധിയിൽ എനിക്ക് പ്രവേശനം ലഭിക്കണ്ടേ? അപ്പോൾ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവൻ്റെ കൂടെ മരിച്ച, അവനിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് അവനോട് കൂടെ മരിച്ച ഞാൻ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനൊപ്പം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ പറയുന്നൊരു ഉദാഹരണം, സാധാരണ പറയുന്നൊരു ഉദാഹരണം, ഞാനൊരു സാധാരണ മനുഷ്യൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആ മനുഷ്യൻ ഒരു ദിവസം ഇന്ത്യൻ പ്രസിഡൻ്റ് ആയെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഭാര്യ എന്താകും? ഇന്ത്യൻ പ്രസിഡൻ്റ് ആകുമ്പോൾ ഹി ബിക്കംസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രഥമ പുരുഷനാവുകയാണ്, പ്രഥമ പൗരനാവുകയാണ്, ക്ഷമിക്കണം. അപ്പോൾ ഭാര്യ എന്താവും? പ്രഥമ വനിതയാവും. അതെങ്ങനെ ആയത്? അത് ഈ ഭർത്താവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടായതാണ്. ഞാൻ ഈ വ്യക്തിയുടെ ഭാര്യ ആയതുകൊണ്ട് എൻ്റെ ഭർത്താവ് പ്രഥമ പൗരനാകുമ്പോൾ ഞാൻ പ്രഥമ വനിതയാവും, ഫസ്റ്റ് ലേഡി ആകും എന്ന് പറയുന്ന പോലെ ഞാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നതുകൊണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്, അവൻ്റെ മണവാട്ടിയെപ്പോലെ അവനൊപ്പം ആയതുകൊണ്ട്, അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഉയർത്തെഴുന്നേറ്റു, അവനായിരിക്കുന്നിടത്ത് ഞാനും ആയിരിക്കും. അപ്പോൾ സുവിശേഷം എന്താണ് പറയുന്നത്? ഇറ്റ് ഗിവ്സ് എ ഗുഡ് ന്യൂസ്, ഇറ്റ് ഗിവ്സ് ടു ഓൾ, ആൻഡ് ഇറ്റ് ഗിവ്സ് എ റിഡംഷൻ, എ സൊല്യൂഷൻ ഫോർ ദ പെനാൽറ്റി ഓഫ് സിൻ. അതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. അതറിയിക്കുകയാണ് ഞങ്ങളുടെ പണി. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഞാൻ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയാൻ വരില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഒന്നില്ല എന്നതിലുപരിയായി നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങളോട് ഒരു പ്രാവശ്യമെങ്കിലും പറയുവാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കും. ആ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഞാനാണ് നിൻ്റെ രക്ഷകൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരു പ്രാവശ്യം പറയുവാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ സുവിശേഷം വഴി, സുവിശേഷം എന്ന നിലയിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് സുവിശേഷം. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ മതമല്ലേ എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യർ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ആളുകളിൽ വിതരണം ചെയ്ത ഒരു മതം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസങ്ങളുണ്ട്, അതിന് മുകളിൽ മറ്റൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യേശുക്രിസ്തു ബ്രിട്ടീഷുകാരനല്ല. യേശുക്രിസ്തു ഇസ്രായേലിൽ, ജെറുസലേമിൽ, ബേത്ലഹേമിൽ, നസ്രയത്തിൽ, ആ പ്രദേശങ്ങളിൽ ജനിച്ച് ജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്രിട്ടീഷുകാർ വന്നവർക്ക് മതപരിവർത്തനവുമായിട്ട് വാസ്തവത്തിൽ താല്പര്യമുള്ളവരല്ലായിരുന്നു. എന്നാൽ അവരിൽ തന്നെ ദൈവത്തെ അറിഞ്ഞ ചിലർ ഈ സുവിശേഷം അറിയിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ 2 വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് ബ്രിട്ടീഷുകാരുടെ അല്ല, ഫോറിനേഴ്സിൻ്റെ അല്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ജനിച്ചതും വളർന്നതും ഇസ്രായേലിൽ, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ആളായിട്ടാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മുടെ അടുക്കൽ വരുന്നത് നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ്. മനുഷ്യൻ പാപിയാണ്, പാപമാണ് പ്രശ്നം. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ദൈവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാപത്തിൻ്റെ പരിഹാരം നമുക്കിവിടെ എങ്ങും കാണാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല,
ആ പരിഹാരത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നമ്മൾ ഇന്ന പോലെ ചെയ്താൽ, ഒറ്റക്കാലിൽ നിന്നാൽ, അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങിയാൽ, മലയിൽ കയറിയാൽ, ഇന്നത് കൊടുത്താൽ പരിഹാരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ അതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല, ഉറപ്പുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രേരണ നൽകിയിട്ട് ആ വ്യക്തി മറ്റൊരു വ്യക്തിയോട് ആ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുമ്പോൾ അവൻ തനിക്കുള്ളതും കൂടെ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായിക്കൊണ്ട് അതിന് പോകുന്നത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് സുവിശേഷകർ ഈ ദേശത്ത് പലയിടത്തും അടിയാണ് മേടിക്കുന്നത്. അവർ പോകുന്നത് കൂട്ടമായിട്ടൊന്നുമല്ല, ഒരാൾ 2 പേര് വെച്ചാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് കയ്യിൽ വടിയില്ല, കത്തിയില്ല, പണമില്ല, ആൾബലമില്ല, പിന്നെ നിയമത്തിൻ്റെ വേണ്ടുന്ന വിധത്തിലുള്ള സപ്പോർട്ടില്ല. അപ്പോൾ ഇവർ അപകടത്തിലേക്കല്ലേ പോകുന്നത്? അവരെ കണ്ടാലറിയാമല്ലോ, ഒരു നല്ല വേഷം ധരിച്ച് മാന്യമായ നിലയിൽ സംസാരിക്കുന്നവരാണവർ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ പണം ഉണ്ടാക്കാനും കൺവേർഷനും ഒക്കെ ആണെങ്കിൽ അതിന് ബലം പ്രയോഗിക്കാം. അങ്ങനെ ബലം പ്രയോഗിച്ചാണല്ലോ പലയിടത്തും കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവർ ബലഹീനരായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ 2 പേരെയും നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നതിനകത്ത് കഴമ്പില്ലാതില്ല. മനുഷ്യൻ പണം വരുത്താനും പണം ഉണ്ടാക്കാനും മതത്തിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ ക്രിസ്തീയ സ്നേഹത്താൽ ഒരു വ്യക്തി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവൻ എത്രയോ ബലഹീനനായിട്ടാണ് പോകുന്നത് എന്നും കൂടെ ഒന്ന് ആർക്കും ഒരു സുവിശേഷകനെ അടിക്കാം. ഞാൻ പരസ്യമായി പറയുകയാണ്, ഒരു കൊച്ചു കുഞ്ഞിനെ വേണമെങ്കിൽ അടിക്കാം. 1000 പേർ കൂടുന്ന ഒരു വിശ്വാസ മീറ്റിങ്ങിൽ ഒരാൾ വിചാരിച്ചാൽ ആ മീറ്റിങ്ങിനെ അലങ്കോലമാക്കാൻ പറ്റും. ആ വ്യക്തി സുരക്ഷിതമായിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. ആ വ്യക്തി ആരും തല്ലുകാരാ. 1000 പേർ കൂടുന്ന ഒരു മീറ്റിങ്ങിൽ പോലും അത് ആ വ്യത്യാസം കൂടെ തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ നാം അറിയേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ചില സത്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ യേശുക്രിസ്തുവിൽ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷേങ്കിൽ യേശുക്രിസ്തു ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് 12 ശിഷ്യന്മാരോടും ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്നത്, യേശു പോലും ആളുകൾ വരട്ടെ എന്നല്ല, സത്യമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്തവർ പോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സുവിശേഷീകരണത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ ശക്തമായ ഒരു സത്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകേണ്ടു? അതായത്, ഞാൻ എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങയുടെ പിന്നാലെ വരുന്നത്? നീയല്ലാതെ മറ്റാരും പിന്തുടരുവാൻ തക്കവണ്ണമില്ല. അപ്പോൾ പിന്തുടരുന്നവരെ വാസ്തവമായും ദൈവത്തെ കണ്ടെത്തിയിട്ടാണോ പിന്തുടരുന്നത് എന്ന് പോലും ഉറപ്പിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം. അതുകൊണ്ടാണല്ലോ ഈ ഭാര്യ ഭർത്താക്കന്മാർ കൂടെ ചോദിക്കുന്നത്, ഡു യു ലവ് മീ ഓർ അഫേം ദറ്റ് ഡു യു ലവ് മീ? അപ്പം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് പോലെയാണ് ഈ വിഷയം. അപ്പോൾ ആ പറഞ്ഞ ആശയം ഒട്ടും നിസ്സാരമല്ല. എന്നാൽ മറ്റുള്ളത് അങ്ങനെയല്ല. അവിടെ നിന്ന് നോക്കിക്കേ, പോവുകയാണെങ്കിൽ കൊന്നുകളയും, പോവുകയാണെങ്കിൽ ബഹിഷ്കരിച്ച് കളയും. അപ്പോൾ എൻ്റേതെന്ന് ഞാൻ ചിന്തിക്കുന്ന വ്യക്തി ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാതെ വരുമ്പോൾ കൊല്ലുന്നതാണോ സ്നേഹം? അല്ലെങ്കിൽ ഓടിച്ചു കളയുന്നതാണോ സ്നേഹം? ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. എൻ്റെ മതപരമായ സ്നേഹം കൊണ്ട്, ദൈവത്തോടുള്ള എൻ്റെ ഭക്തി കൊണ്ട് എന്നിൽ ഉണ്ടാവുന്നത് വൈരാഗ്യവും വിരോധവും ആണെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? ഇനി ഞാൻ തിരിച്ചൊന്ന് പറയാം. ഞങ്ങൾ ജീവനെ എടുക്കുന്നവരല്ല, കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ സാധിക്കുമെങ്കിൽ എന്ന് പറയാൻ കാരണം, എനിക്ക് മരിക്കാൻ പേടിയുണ്ട്, പക്ഷേങ്കിൽ ഈ ദൈവസ്നേഹം പകരുവാൻ വേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യും. അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ നേവിയിൽ ജോലി ചെയ്യുമ്പോൾ ദേശത്തിന് വേണ്ടി മരിച്ചാൽ അത് നല്ലതെന്ന് ചിന്തിക്കുന്ന ആൾ തന്നെയാണ്, മരിക്കാൻ പേടിയുണ്ടെങ്കിലും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക ആശയം, ഇഫ് മൈ ലവ് ടുവേർഡ്സ് മൈ ഗോഡ് മേക്സ് മീ എ വയലൻറ്റ് മാൻ, വാട്ട് കൈൻഡ് ഓഫ് എ ഗോഡ് ഐ ആം സെർവിങ്? ഞാൻ സേവിക്കുന്ന ദൈവം
എന്നെ രൂപാന്തരപ്പെടുത്താതെ ആ സ്നേഹത്തിൻ്റെ വർധനവ് കൊണ്ട് ഞാൻ ടെററിസ്റ്റും അല്ലെങ്കിൽ ഒരു വാദിയായി തീരുകയാണെങ്കിൽ അവർ ബേസിക്കായിട്ട് എന്തോ കുഴപ്പമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണം. ഇതുപോലെ തന്നെ യേശുക്രിസ്തു പരീശന്മാർ എന്ന് പറഞ്ഞൊരു കൂട്ടരോട് സംസാരിക്കുന്നത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ അവരോട് യേശുക്രിസ്തു വിമർശിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കടലും കരയും കടന്ന് ആളുകളെ മതത്തിൽ ചേർക്കുകയും ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പം ഞാനത് വായിച്ചപ്പോൾ ചിന്തിച്ചത് യേശുക്രിസ്തു തന്നെയും മതപരിവർത്തനത്തിന് എതിരാണല്ലോ എന്നാണ്. വളരെ വലിയൊരു പോയിൻ്റാണത്. അതായത് അതിൻ്റെ പുറകിൽ വേറൊരു സത്യവും കൂടെ മറിഞ്ഞു കിടപ്പുണ്ട്. അതായത് യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ സ്നേഹം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും അറിയിക്കണം, എന്നിൽ വിശ്വസിക്കുവാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാൽ നിങ്ങളത് ചെയ്യുന്നത് അങ്ങനെയല്ല. അവരെ ഇരട്ടി മരണയോഗ്യരാക്കിയെന്ന് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ വെറും മതസ്നേഹം കൊണ്ടാണത് ചെയ്യുന്നത്. മതത്തെ വർദ്ധിപ്പിച്ച് മതത്തെ വളർത്തി മതത്തിൽ കൂട്ടി എന്ന ക്രെഡിറ്റ് എടുക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായി ഈ പറഞ്ഞതുപോലെ ക്യാരക്ടർ ചേഞ്ചോ മനമാറ്റമോ ഒന്നുമില്ല, മതം മാറ്റമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നവരും അങ്ങനെയായി തീരുകയില്ലേ? അപ്പോൾ ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്, നിങ്ങൾ കടലും കരയും താണ്ടി ഒരു വ്യക്തിയെ മതത്തിലേക്ക് കൊണ്ടുവരുന്നു, അവനെ ഇരട്ടി യോഗ്യരാക്കുന്നു. ഇരട്ടി യോഗ്യമാകുന്നത് ദൈവത്തെ സ്നേഹിക്കാതെ മതത്തെ സ്നേഹിക്കുമ്പോഴാണ്. അതുകൊണ്ട് മതം ഒരു മനുഷ്യനെ ഇരട്ടി പാപിയാക്കും എന്നൊരു വിധത്തിൽ യേശുക്രിസ്തു പറഞ്ഞു. ഈ പൊതുവെ മറ്റു മതങ്ങളുടെ സന്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുവിശേഷം പറയുമ്പം ചില പ്രത്യേക പദങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുതിയ ജീവൻ, പുതിയ സൃഷ്ടി, ജീവിത രൂപാന്തരം, നിത്യജീവൻ. അപ്പോൾ ഇതൊക്കെ സാധാരണ കേൾക്കാത്ത ചില പദങ്ങളാണ്, ആന്തരികമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള. ജസ്റ്റ് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നു, അല്ലെ അവരുടെ രജിസ്റ്ററിൽ ചേർക്കുന്നു, മതത്തിൻ്റെ എണ്ണം കൂട്ടുന്നു എന്നുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പറഞ്ഞ പ്രയോഗങ്ങളുടെ വ്യാപ്തി എന്താണ് സുവിശേഷത്തിൽ? അതായത് ഞാൻ എൻ്റെ മകനോട് പറയുന്ന, എൻ്റെ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ പേര് ഒരു ക്രിസ്തീയ പേരായതുകൊണ്ട് ലോകം നിന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും, അവരെ വിശ്വസിക്കരുത്. നീ പാപിയായ പിതാവിൽ നിന്നും ജനിച്ച പാപിയായ ഒരു മകനാണ്, അല്ലെങ്കിൽ പാപികളായ മക്കളാണ്. അതാണ് നിങ്ങളുടെ റിയൽ ഐഡൻറ്റിറ്റി. ഈ പാപത്തിൻ്റെ വിടുതൽ യേശുക്രിസ്തുവിന് നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനിയാണെന്നല്ല ഞാൻ അവരോട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സഭാവിഭാഗത്തിൻ്റെ ആൾക്കാരാണെന്നല്ല ഞാൻ അവരോട് പറയുന്നത്. പാപിയായ പപ്പയുടെ പാപിയായ മക്കളാണ് നിങ്ങൾ. അപ്പോൾ അതിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ പാപിയായ പപ്പയുടെ സ്വഭാവമല്ല ഇനി നിങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ ആരിൽ നിന്നും ജനിച്ചുവോ, ആരെ വിശ്വസിച്ചുവോ, ആരെ ഹൃദയത്തിൽ സ്വീകരിച്ചുവോ, അതാണ് ഇനി നിങ്ങൾ കാണിക്കേണ്ടത്. അത് കാണിക്കുകയല്ല, അതാണ് വരേണ്ടത്. അപ്പോൾ അവിടെയാണ് രൂപാന്തരം, പുതിയ ജീവൻ എന്നൊക്കെയുള്ള വാക്കുകൾ സുവിശേഷത്തിൽ ബൈബിളിൽ ഉപയോഗിക്കുന്നത്. ഈ വാക്കുകൾ മറ്റൊരു മതത്തിലും ഇല്ലെന്നുള്ള രസം. രൂപാന്തരം, എന്താ പറയുന്നത്, പുതിയ ജീവൻ, പുതിയ സൃഷ്ടി, ഈ വാക്കുകൾ ഇങ്ങനെ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവങ്ങൾ മറ്റൊന്നിലും ഊന്നപ്പെടുന്നില്ല, എംഫസൈസ് ചെയ്യപ്പെടുന്നില്ല. നമ്മളിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ തർക്കത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വരാം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ഞാൻ കയറുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ഞാനും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ കാണാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇവൻ ദൈവ പൈതലായെങ്കിൽ ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഇവൻ്റെ ആറ്റിറ്റ്യൂഡിൽ, ഇവൻ്റെ ഫിലോസഫിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. അതിൻ്റെ അംശങ്ങൾ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പറയാം, രൂപാന്തരം ഞാൻ കണ്ടു തുടങ്ങി, അവൻ പറഞ്ഞത് സത്യമാണ്. ഈ പല മതങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ നിങ്ങളുടെ മതത്തിൻ്റെ അൾട്ടിമേറ്റായിട്ട് നിങ്ങൾ നേടുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒരു സ്വർഗാനുഭവമാണെങ്കിൽ, മോക്ഷാനുഭവമാണെങ്കിൽ അത് സാധിക്കും എന്നുള്ളതിൻ്റെ
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളത് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഈ ഭൂമിയിൽ ഞാൻ ചെയ്ത നന്മകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ദൈവം തൂക്കി നോക്കുമ്പോൾ നന്മ കൂടുതലാണെങ്കിൽ എന്നെ സ്വർഗത്തിലെടുക്കുമായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ ക്രിസ്തീയ മാർഗത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ അവിടെ കാണുന്നില്ല. അപ്പം എന്താണ് ഈ മതങ്ങളുടെ സ്വർഗപ്രാപ്തിയും ക്രിസ്തീയ വിശ്വാസത്തിലെ സ്വർഗപ്രാപ്തിയും തമ്മിലുള്ള വ്യത്യാസം? ആ ചോദ്യം വളരെ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനാണ് കേട്ടോ. അതിലടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു നല്ല മനുഷ്യൻ്റെ വീട്ടിൽ, നല്ല മനുഷ്യനാണ്, നല്ല കുടുംബമാണ്, മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരു നല്ല ആളാണ്, ഒത്തിരി നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്, അതുകൊണ്ട് എന്നെ താങ്കളുടെ കുടുംബത്തിൻ്റെ അംഗമായി സ്വീകരിക്കണം. അതെന്ത് ന്യായമാണ്? ആ കുടുംബം നല്ലതാണ്, നിങ്ങളും നല്ലതാണ്, പക്ഷേ എങ്കിൽ ഇതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാകുന്നത് എങ്ങനെ? അപ്പോൾ ഞാൻ ദൈവത്തോട് എന്ന് പറയുക, ഞാൻ നല്ല പ്രവൃത്തിയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്, ഇച്ചിരി അഴുക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വെട്ടിക്കുറച്ച് എന്താണെന്ന് വെച്ചാൽ എന്നെ അങ്ങ് അകത്ത് കയറ്റിയേരെ. സി, ഗോഡ് നീഡ് എ റിലേഷൻഷിപ്പ് വിത്ത് യു. അത് വളരെ അടിസ്ഥാനപരമാണ്. ഈ ബേസിക് ഐഡിയ ഇല്ലാതെയാണ് മതത്തെ മനുഷ്യൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന ബന്ധത്തിലേക്ക് വരണം. അവിടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നും ജനിച്ചവനായി ഞാൻ തീരുകയാണ്. ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്, അവൻ വീണ്ടും ജനിച്ച, രക്ഷിക്കപ്പെട്ട, നിത്യജീവൻ ലഭിച്ച, രൂപാന്തരം സംഭവിച്ച വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. യോഹന്നാൻ 1:12-13 പറയുന്ന കാര്യമാണ്. അങ്ങനെ വീണ്ടും ജനിച്ച ദൈവപൈതലായ ഒരു വ്യക്തി, അവൻ പുരുഷൻ്റെ ഇഷ്ടത്താലോ രക്തത്താലോ ബലത്താലോ ഒന്നുമല്ല ഉണ്ടായത്, അവൻ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഒരു ദൈവപൈതൽ ദൈവത്തിൽ നിന്നും ജനിക്കുക. ഇനി നമുക്ക് തിരിച്ചിങ്ങനെ ചിന്തിക്കാം, ഒരു നല്ല വീട്ടിൽ, വലിയ പണക്കാരനായിരിക്കുന്നൊരു വീട്ടിൽ, നല്ല വിദ്യാഭ്യാസമുള്ളൊരു വീട്ടിൽ, കൈയും കാലും ബലമില്ലാത്ത അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ് ജനിച്ചു, പുറത്താവുമോ? ആ വീട്ടിൽ ജനിച്ചതാണെങ്കിൽ ആ വീട്ടിലെ അംഗമാണ്. എത്ര കുറവുണ്ടെങ്കിലും ആ വീട്ടിലെ അംഗമാണ്. സോ ദൈവത്തിൽ ജനിക്കുക, ദൈവത്തിൻ്റെ പൈതലാവുക, പാപക്ഷമ ലഭിച്ച് അവനുമായിട്ടുള്ള ബന്ധത്തിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏറ്റക്കുറച്ചിലുള്ള വിശ്വാസികളുള്ളതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ ആ വ്യക്തിക്കാണ് അവൻ സ്വർഗത്തിൽ പോകുമെന്ന് ഉള്ള ഉറപ്പ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല പ്രവൃത്തിയും ഈ അഴുക്ക് പ്രവൃത്തിയും തമ്മിലുള്ള ക്യാൻസലിംഗ് പരിപാടി തികച്ചും തെറ്റായ ഒരു പരിപാടിയാണ്. ഇനി രണ്ടാമതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു എയ്ഡ്സ് പേഷ്യൻ്റ് ആണെങ്കിൽ എനിക്കൊരാളെ ബ്ലഡ് കൊടുത്ത് സഹായിക്കാനാവില്ല. അടിസ്ഥാനപരമായി ഞാനൊരു കുഷ്ഠരോഗിയാണെങ്കിൽ എൻ്റെ കൈകൊണ്ട്, കുഷ്ഠരോഗിയാണ്, എൻ്റെ കൈകൊണ്ടൊരു ലഡു താങ്കൾക്ക് തന്നാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാനാവില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ജന്മനാ പാപിയാണ്, പാപത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ്. എല്ലാ പാപവും ഞാൻ ചെയ്തിട്ടില്ല, പാപം ചെയ്യുവാനുള്ള കഴിവുള്ളവനായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കും ദൈവവും തമ്മിൽ ആ നിലയിൽ യാതൊരു ബന്ധവുമില്ല. ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രക്തത്താൽ അല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എന്നിലുണ്ട്. അല്ലാതെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ദൈവം അങ്ങനെ സോൾവ് ചെയ്തേനെ. സോ ഐ ഹാവ് എ റിയൽ പ്രോബ്ലം. അതുകൊണ്ട് അവിടെ ഞാൻ ആർക്കാണ്ട് 10 രൂപ കൊടുത്തു എന്നുള്ള കണക്കും പറഞ്ഞ് ചെന്നാൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ചോദ്യം കൂടിയുണ്ട്. സാധാരണ ക്രിസ്തീയ സുവിശേഷം പറയുമ്പോൾ യേശുക്രിസ്തു എന്ന ഏക വഴി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാ നദികളും ഒഴുകി ഒരു സമുദ്രത്തിലാണ് എന്ന് വീഴുന്നത്. ഒരു മലയുടെ ചുറ്റും വഴികളുണ്ടെങ്കിൽ ഏത് വഴി കൂടെ പോയാലും ആ മലയുടെ കൊടുമുടിയിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ഓരോ വഴികളാണ്. അപ്പോൾ ഏതെങ്കിലും വഴിയിൽ കൂടെ പോയാൽ മതിയില്ല. എൻ്റെ മതത്തിൽ വിശ്വസിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ജനിച്ച് വളർന്ന ഒരു മതമുണ്ട്, അതിലങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു നല്ല അനാലിസിസ് ആവശ്യമുള്ള ഒരു തിങ്കിങ് ആണ്. പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, സാറേ ഞാൻ നിങ്ങളെപ്പോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളൊന്നുമല്ല, ഞാൻ എല്ലാം വായിക്കും, എല്ലാ സ്ഥലത്തും ഞാൻ പോകും, എല്ലാവരുടെയും കൂടെ ഞാൻ കൂടും, എനിക്ക് എല്ലാ ദൈവങ്ങളോടും ഭയങ്കര ബഹുമാനമാണ്,
അപ്പോൾ ഈ വ്യക്തിയുടെ വിചാരം അദ്ദേഹം വളരെ വിശാല മനസ്കനാണ് എന്നാണ്. അങ്ങനെ വിചാരിക്കുന്നത് തെറ്റുമില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവനുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തോന്നും? ഈ വ്യക്തി ഇഴജന്തുവിനെയും നാൽക്കാലികളെയും പക്ഷിയെയും മനുഷ്യനെയും നക്ഷത്രഗോളങ്ങളെയും ഒക്കെ ദൈവമായിട്ട് വിശ്വസിക്കുമ്പോൾ ജീവനുള്ള ഒരു ദൈവത്തിന് എന്ത് തോന്നും? ഞാൻ സൃഷ്ടിച്ചതിനെയൊക്കെ എനിക്കുള്ള ബഹുമാനം വിശാല മനസ്കതയോടുകൂടെ ഇദ്ദേഹം വിതരണം ചെയ്ത് കൊടുക്കുകയാണ്. നഷ്ടമാർക്കാം. ഒരു ഭാര്യ ഇങ്ങനെ വിശാല മനസ്കയൊന്നാവില്ല, ഒരു ഭർത്താവ് ഇങ്ങനെ വിശാല മനസ്കരയൊന്നാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടവും ഛേദവും ഇല്ലാത്ത കാര്യം അങ്ങ് ഇട്ട് കൊടുത്തേക്ക് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഇവരുടെ വിശാല മനസ്കത. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. താങ്കളും ഞാനും കൂടെ ഒരു ട്രെയിനിൽ കയറുക എന്നിരിക്കട്ടെ. താങ്കൾക്ക് റിസർവേഷൻ ഉണ്ട്, ഞാൻ അപരിചിതനാണ്, എനിക്ക് റിസർവേഷൻ ഇല്ല. ആ ട്രെയിനിൽ ഞാൻ വിശാല മനസ്കനും താങ്കൾ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനും ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഞാൻ എന്തായിരിക്കും പറയുന്നത്? സാറേ 5-8 മണിക്കൂറിൻ്റെ കാര്യമല്ല ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്കും കൂടെ ഇരുന്നങ്ങ് പോകാം. ഞാൻ ഭയങ്കര വിശാല മനസ്കനാകുക. കാരണം എന്താ? എനിക്ക് നഷ്ടമില്ല. എന്നാൽ താങ്കൾക്ക് നഷ്ടമുണ്ട്. താങ്കൾ റിസർവേഷൻ എടുത്ത് ഒന്ന് വിശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ച് കാര്യമായിട്ട് വന്നതാണ്. അപ്പോൾ വിശാല മനസ്കർ 10 പേര് ഇങ്ങോട്ട് വന്നാൽ ഞാൻ കുഴഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങൾക്ക് ആർക്കും ഛേദമില്ല എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ ബഹുമാനം, ദൈവത്തിന് മാത്രം ഉള്ള ബഹുമാനം, അത് സൃഷ്ടാവിൻ്റെ ബഹുമാനമാണ്. സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, അത് സൃഷ്ടിക്ക് കൊടുക്കുകയാണ്. അത് നിൻ്റെ വിശാല മനസ്കതയല്ല, നിൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. അതായത് എൻ്റെ സൃഷ്ടാവ് ആരാണ് എന്നുള്ള ആത്മാർത്ഥമായ അന്വേഷണമോ ആഗ്രഹമോ ഇല്ലാത്തത് കൊണ്ട് ആരെന്ത് വന്നാലും കുഴപ്പമില്ല. ആരെയും പിതാവെന്ന് വിളിക്കുമോ? ആരുടെ പേഴ്സും അല്ലെ എൻ്റെ പേഴ്സ് എല്ലാവരുടെയും പേഴ്സാണെന്ന് പറയുമോ? അതൊന്നും നമ്മൾ ചെയ്യത്തില്ല. അതൊക്കെ നമുക്കറിയാം, എന്തുവാ ചെയ്യേണ്ടി എന്തുവാ പറയേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ വിശാല മനസ്കരായി തീരുകയാണ്. അവിടെയാണ് യേശുക്രിസ്തു പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യേശുക്രിസ്തു പറയുകയാണ്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്കല്ലാതെ നിന്നെ ആർക്കും വേണ്ട. നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നിന്നെ തല്ലിക്കൊല്ലുന്നതാണ് ഈ മതം. എല്ലാവരെയും വിശ്വസിച്ചോ എന്ന് പറയുന്ന വിശാല മനസ്കരൊക്കെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കൊലപാതകം ചെയ്യുന്നവരാ. എന്നാൽ നീ എന്നെ തന്നെ ദൈവമേ എന്ന് വിളിക്കണം. കാരണം ഞാൻ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ, എനിക്ക് മാത്രം നിന്നെ മതി. നീ ഭൂമിയിൽ വരണം. നീ ഇല്ലാതിരുന്ന സമയത്ത് നിനക്ക് അസ്തിത്വം തന്നത് ഞാനാണ്. ഐ ആം ദ വൺ ഹൂ നീഡ് യു. അപ്പം അത് ഏത് അമ്മയ്ക്കും തോന്നാവുന്നൊരു ചിന്തയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന പോലെ ലോകത്തിൽ ആർക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റും? ഞാൻ നന്നായിട്ട് നോക്കാവുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം വേറെ ആർക്കും കൊടുക്കാനാവില്ല. അപ്പോൾ ഈ ദുഃഖം ദൈവത്തിൻ്റെ പക്കലുണ്ട്. മാത്രമല്ല, ആ ദൈവത്തിന് നിന്നെ വേണം. ദൈവത്തിന് മാത്രമേ നിനക്ക് തരേണ്ടത് തരാൻ കഴിയൂ. പക്ഷേ അതുകൂടാതെ ആ ദൈവത്തിന് നിന്നെ വേണം, നിന്നെ ഓരോരുത്തരെയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കല്ലിനോട് എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ദുഃഖം. കല്ലിനോട് മരത്തിനോട് എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്തീയ മതത്തിൽ ഈ പറഞ്ഞ കല്ലും മരവും ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ കല്ല് മരം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും തടിയൊക്കെ ഉണ്ടാക്കി മനുഷ്യൻ അതിനെ വണങ്ങി അതിനെ ചുമന്ന് അതിനോട് യാചിക്കുമ്പോൾ ജീവനുള്ള ദൈവം വെമ്പുകയാണ്, എന്നോട് ചോദിക്കുക, ഞാൻ തരാം, മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വിശാല മനസ്കതയല്ല, ഇത് ഉത്തരവാദിത്വമില്ലായ്മയാണ്. 2, ഇതിൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, നിനക്ക് ചെലവുമില്ല. ഇതിൽ നഷ്ടം മുഴുവനും ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ പറയുന്ന പോലെ പറയാനായിട്ട് ആവില്ല. ഒരു ചോദ്യം കൂടെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ദൈവത്തോടൊപ്പമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് സാധിക്കുമോ? അതിന് ബൈബിളിൽ അങ്ങനെ തെളിവുണ്ടോ? ബൈബിളിൽ അതിന് ധാരാളം തെളിവുണ്ട്. മാത്രമല്ല, ദൈവം ഒരു വ്യക്തിയെ രക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നിത്യതയെ ജീവിക്കാൻ, ഈ ഭൂമി ജീവിക്കാനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഈ ഉദ്ദേശം എൻ്റെ കുഞ്ഞറിഞ്ഞ് ആ പ്രത്യാശയോടുകൂടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ?
ആ ഉറപ്പോടുകൂടി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലേ? അതോ 50-50 എന്ന് പറഞ്ഞ് ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നാൽ ദൈവമില്ലാത്ത ഒരു ജീവിതത്തിനെക്കുറിച്ച് വളരെ ഗൗരവമായി കാണുന്ന വ്യക്തിയാണ് ഒരു വ്യക്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമില്ലാത്ത ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല, ആ സ്നേഹം പോലെ മറ്റൊരു സ്നേഹം എനിക്ക് ലഭിക്കുകയില്ല, ദൈവമില്ലാത്തൊരു നിത്യത എനിക്ക് ആലോചിക്കാൻ മേലാത്തൊരു വ്യക്തിയായിട്ടാണ് തീരുന്നത്. ആ വ്യക്തിക്ക് ഉറപ്പ് വേണ്ടേ? അപ്പോൾ ആ വ്യക്തിക്ക് മതിയായ ഉറപ്പ് ബൈബിൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ച്, അവനെ ഏറ്റുപറയുന്ന, അവനിൽ വിശ്വസിച്ച ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വിശ്വസിച്ച് ഹി വിൽ നോട്ട് പെരിഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ യോഹന്നാൻ 3:16 പറയുന്നു, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് whomsoever believeth in him shall not perish but have everlasting life. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ ഇല്ലാത്ത ഒരു കാര്യവും കർത്താവിനില്ല, ദൈവത്തിനില്ല. അത് തന്നെയാണ് ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇനി അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ നിത്യത എന്ന് പറയുന്നത് പോലെ അപകടം പിടിച്ച ഭയപ്പെടുത്തുന്ന മറ്റൊന്നില്ല. എന്ന് വെച്ചാൽ, നിത്യത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലും അങ്ങനെയാണ്. പെട്ടെന്ന് നശിച്ചു പോകാത്ത ഏത് സാധനവും അപകടം പിടിച്ചതാണ്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് പെട്ടെന്ന് നശിച്ചു പോവുകയില്ല. അയ്യോ, ഒത്തിരി സൂക്ഷിക്കണം. ന്യൂക്ലിയർ ഇതുള്ള ഇപ്പം എന്തെങ്കിലും അംശം എവിടെയെങ്കിലും വീണ് പോയാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ആശുപത്രിയിൽ റേഡിയേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ ഒരു നീഡിൽ എന്തോ കാരണവശാൽ വാഷ് ബേസിനിൽ വീണിട്ട് അത് പൈപ്പ് വഴി താഴോട്ട് പോയി. ഒരു വിധത്തിലും അവിടെ എങ്ങും ആർക്കും നിൽക്കാൻ മേല, കാരണം ഭയങ്കര റേഡിയേഷൻ ഇത് കൊടുക്കും. അവസാനം ഞാൻ കേട്ടത് അത് മുഴുവനും ഡെമോളിഷ് ചെയ്ത് ആ നീഡിൽ കണ്ടുപിടിക്കാനായിട്ട് വലിയ ശ്രമങ്ങളുണ്ടായെന്നാണ്. അപ്പോൾ നിത്യ സ്വഭാവം അല്ലെങ്കിൽ നീണ്ട ജീവനുള്ള ഏത് സ്വഭാവമുള്ളതിനും ഭയങ്കര ഡേഞ്ചറസാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പ്രായമുള്ളൊരു മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾക്ക് 1000 വർഷം ജീവിക്കാം, അദ്ദേഹത്തിന് വേണമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയുമോ? ഹി ഡോണ്ട് വോണ്ട് ടു ലിവ് 1000 years. കാരണം 1000 വർഷം ജീവിച്ചാൽ ആർക്ക് അദ്ദേഹത്തെ വേണം? പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ജീവിതം എന്തൊരു ജീവിതമായിരിക്കും? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു പാപി നരകത്തിൽ പോയില്ലെങ്കിലും, സ്വർഗത്തിൽ പോകുന്നില്ല, നരകത്തിൽ പോയില്ലെങ്കിലും നിത്യത ഭയപ്പെടുത്തുന്നതാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ സർവൈവൽ ഡോക്യുമെൻ്ററീസും വീഡിയോസും ഒക്കെ ഇപ്പോൾ ടി വിയിലൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ജംഗിളിലൊക്കെ പോയി 100 ദിവസം ഒറ്റയ്ക്ക് ജീവിക്കാമെങ്കിൽ എത്ര $1 മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞ ഭയങ്കര സമ്മാനം. അപ്പം വലിയ പാടാണ് ജീവിക്കാൻ. പക്ഷേ അവരുടെ കാര്യങ്ങൾ കേൾക്കും, കരയുക. അവർ എന്തിനാണ് കരയെന്നറിയാവോ? സ്നേഹിക്കുന്ന, സംസാരിക്കുന്ന, ഒരു വാക്ക് കേൾക്കാൻ, ഒരു മനുഷ്യനെ കാണാൻ കൊതിക്കുക. അപ്പോൾ 100 ദിവസം ഒറ്റയ്ക്ക് ജീവിക്കാൻ പാടുപെടുക. അപ്പോൾ ഇനി ആഹാരം ഉണ്ടെങ്കിൽ തന്നെ 100 ദിവസം കാട്ടിൽ ആരോരുമില്ല ജീവിക്കാൻ വലിയ പാടാണ്. അപ്പോൾ നിത്യത എങ്ങനെ ജീവിക്കും? ഞാനൊരു ഗ്യാരണ്ടി തരാം. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി മരിച്ച, പരിശുദ്ധനായ, പാപമില്ലാത്ത, നിഷ്കളങ്കനായ, നേരുള്ള, നീതിയുള്ള ഒരു ദൈവത്തിൻ്റെ കൂടെയാണ് നിത്യത ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിത്യത ചെറുതാകും. എറ്റേണിറ്റി വിൽ ബിക്കം സ്മോൾ. ഇത് ഭയങ്കര സീരിയസ് ആയ ഒരു കാര്യമാണ്. ദാറ്റ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് ആൻ എറ്റേണിറ്റി വിതൗട്ട് ഗാഡ്. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ഹെൽ, ഇറ്റ്സ് ഗോയിങ് ടു ബി ഹെൽ ഫോർ യു. ഇനി അത് കൂടാതെ നരകത്തിലാണെങ്കിലോ, അവിടെ പിശാചും അശുദ്ധാത്മാക്കളും പാപികളും പല്ല് ഇറുമ്മിക്കൊണ്ട് ഓരോ സെക്കൻഡുകളും കഴിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ നിത്യത എന്ത് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളവർ നിത്യതയെക്കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിക്കുവാൻ സാധിക്കാത്ത വണ്ണം മനുഷ്യനെ ബിസിയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് പിശാച്. ഒരു കാര്യമേ പിശാച് ആഗ്രഹിക്കുന്നുള്ളൂ, അവൻ നിത്യതയെക്കുറിച്ച് ചിന്തിക്കരുത്. ഈ ടെക്നോളജിയാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്. ഇപ്പം അമ്മ ജോലിക്ക് വേണ്ടി, അല്ലെ അമ്മ കുളിക്കാൻ വേണ്ടി വാഷ്റൂമിലോട്ടൊന്ന് പോയി, അപ്പം ഒരു മോൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ എന്തോ ചെയ്യുന്നത്, ഈ കുഞ്ഞ് അമ്മയെക്കുറിച്ച് ഓർത്ത് കരയാതിരിക്കാൻ ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, മോൻ അത് നോക്കിക്കേ, ഇത് നോക്കിക്കേ, എങ്ങനെയാലും അമ്മ വരുന്നവരെ പിടിച്ചു നിൽക്കണം. അമ്മ വന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ശാന്തമായി എന്ന് പറയുന്ന പോലെ പിശാച് കണ്ടിന്യൂസ് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെങ്കിൽ ഈ എൻ്റർടൈൻമെൻറ്റിനൊന്നും കഴമ്പില്ല. ഇറ്റ് കനോട്ട് എൻ്റർടൈൻ അസ് ഫോർ ലോങ്. അപ്പോൾ എന്തു ചെയ്യാണ്, പലതരം എൻ്റർടൈൻമെൻറ്റ്സ് തരികയാണ്.
It shows that he has no such tool which can really satisfy us. നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഒന്നും ഇവൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് പലതും ഇങ്ങനെ തരിക. ഇപ്പോൾ ചാനൽ തന്നെ 1000 ചാനൽ തരിക, എന്നിട്ടും നമുക്ക് ബോറടിക്കുക. ലഹരി തന്നെ ഏതെല്ലാം തരത്തിലുള്ള ലഹരിയാണ് തരുന്നത്, എന്നിട്ടും നമുക്ക് ബോറടിക്കുക. എന്നിട്ടും മനുഷ്യൻ എന്തോ ചെയ്യണമെന്ന് അറിയാൻ മേല, ഇല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ ഈ ലോകത്തിനെ ബിസി ആക്കിയിരിക്കുന്നതിൻ്റെ രഹസ്യം എറ്റേണിറ്റിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാണ്. പഴയ തലമുറ എറ്റേണിറ്റിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതിൻ്റെ റീസൺ, ദേ ഹാഡ് ടൈം ആൻഡ് സേറ്റൻ ന്യൂ ദാറ്റ്സ് ഗോയിങ് ടു ബി ഡേഞ്ചറസ്. ഒരിക്കലും അവൻ സൃഷ്ടാവിനെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ ചിന്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ചോദ്യമാണ് ഇപ്പോൾ ഫിലിപ്പ് ചോദിച്ചിരിക്കുന്നത്, അതായത് എറ്റേണിറ്റിയെക്കുറിച്ച്. അപ്പോൾ എറ്റേണിറ്റി ഇല്ലാത്ത ഒരു പരിപാടിയും ദൈവത്തിനില്ല. ദൈവത്തിന് നമ്മളോട് കൂടെ ജീവിക്കുവാനുള്ളത് എറ്റേണിറ്റിയാണ്. ആ ഗ്യാരണ്ടി ബൈബിൾ പല നിലകളിൽ അവൻ തരുന്നുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്നിൽ വിശ്വസിച്ച് എൻ്റെ പുറകെ വരുന്നവനെ ഒരിക്കലും ഞാൻ കൈവിടുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ എപ്പോഴും ഹീ ഈസ് കണക്റ്റഡ് വിത്ത് എറ്റേണൽ. അതുകൊണ്ട് 1 യോഹന്നാനിൽ ഒരു വാക്യം തന്നെയുണ്ട്, അവിടെ യേശുക്രിസ്തുവിൻ്റെ പേര് തന്നെ എറ്റേണൽ ലൈഫാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. വ്യക്തമാണ്. ബൈബിളിൽ വിശദീകരിക്കുന്ന ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മതങ്ങൾക്ക് അതീതമാണ്, യേശുവുമായിട്ടുള്ള ബന്ധമാണ് ക്രിസ്ത്യാനിത്വം എന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്.